ഹലോ ഗായ്സ്, 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളും നമ്മുടെയൊക്കെ ക്ലാസ്സുകളിൽ ഒരു ക്ലാസ് ടെസ്റ്റ് നടന്നാൽ തന്നെ അതിൽ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് മേടിക്കുക ഇല്ലെങ്കിൽ ക്ലാസ്സിൽ ഒരു റെക്കഗ്നീഷൻ കിട്ടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പോൾ ക്ലാസ്സിലെ റെക്കഗ്നീഷൻ അല്ല, സ്കൂളിലെയും റീജിയണും അല്ല, ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു റെക്കഗ്നീഷനാണ് നമുക്ക് കിട്ടുന്നതെങ്കിലോ? അപ്പോൾ അങ്ങനെയുള്ള ഒരു റെക്കഗ്നീഷനും അതുപോലെ തന്നെ നമ്മുടെ വലിയ വലിയ സ്ഥാപനങ്ങളിൽ IIT, NIT തുടങ്ങിയ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നല്ല കോഴ്സുകൾ പഠിക്കുവാനായിട്ടുള്ള ഒരു അവസരമാണ് നമ്മുടെ ഒളിമ്പ്യാഡ് എക്സാമുകൾ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒളിമ്പ്യാഡ് എക്സാമാണ് ഇൻ്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് അല്ലെങ്കിൽ IMO എന്ന് പറയുന്ന എക്സാം. അപ്പോൾ ഈ IMOയുടെ ഫസ്റ്റ് സ്റ്റേജാണ് IOQM എന്ന് പറയുന്ന എക്സാം അല്ലെങ്കിൽ ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന എക്സാം. നമുക്കറിയാം ഈ IOQMൻ്റെ 2025 എക്സാം ഈ വരുന്ന സെപ്റ്റംബർ മാസം 7-ാം തീയതിയാണ് നടക്കുക. ആ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ആർക്കൊക്കെയാണ് അതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുക, ഇല്ലെങ്കിൽ അതിനുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളിൽ നമുക്കെല്ലാവർക്കും സംശയങ്ങൾ കാണും. അപ്പോൾ ആ സംശയങ്ങൾ ദൂരീകരിക്കാനാണ് ബ്രില്യൻ പാല നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുക. അപ്പോൾ ഈ എക്സാം എഴുതാൻ യോഗ്യരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഉള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നവരായിരിക്കണം. അതായത് 2006 വർഷം മുതൽ 2012 വരെ ഉള്ള വർഷങ്ങളിൽ ഏതെങ്കിലും വർഷം ജനിച്ചവരായിരിക്കണം. അപ്പോൾ ഈ എക്സാമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ ഈ എക്സാം രജിസ്റ്റർ ചെയ്യാനായിട്ട് ഗൂഗിൾ ക്രോമിൽ പോവുക, IOQMexam.in എന്ന് പറയുന്ന വെബ്സൈറ്റ് പോവുക. അവിടെ ഏറ്റവും ഫസ്റ്റ് ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ആ വിൻഡോയിൽ നമ്മൾ കയറുമ്പോൾ നമ്മുടെ MTA മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു അസോസിയേഷൻ്റെ സൈറ്റിലേക്കാണ് പോവുക. അവിടെ ഈ എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ക്രൈറ്റീരിയ, എലിജിബിലിറ്റി, ഫീസ് സ്ട്രക്ചർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ വിൻഡോയുടെ താഴെവശത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. JNV, KV തുടങ്ങിയ സ്കൂളുകൾക്ക് 180 രൂപയാണ് ഫീസായിട്ട് വരിക. ബാക്കിയുള്ള സ്കൂളുകൾക്ക് 300 രൂപയാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് എന്ന് പറയുന്ന ഒരു കോളം കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാമത് സെൻറ്റർ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോളമാണ്. അത് നമ്മുടെ ജൂൺ 9-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് ജൂൺ 30 വരെ ആയിരുന്നു. ഇപ്പോൾ അത് 4 ദിവസം കൂടി നീട്ടിയിട്ടുണ്ട്, ജൂലൈ 4 വരെ നീട്ടിയിട്ടുണ്ട്. അതിന് താഴെ സ്റ്റുഡൻറ്റ് എൻറോൾമെൻ്റ് ഉണ്ട്, ത്രൂ സെൻറ്റർ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് എൻറോൾമെൻറ്റ് ത്രൂ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം ഇതാണ്. സെൻറ്റർ വൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സെൻറ്റേഴ്സ് നമുക്ക് ജൂൺ മുതൽ രജിസ്റ്റർ ചെയ്ത് തുടങ്ങും. ആ സെൻറ്റേഴ്സിൽ നിന്ന് നമുക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ സ്കൂളുകളിൽ നിന്നോ മറ്റ് സെൻറ്റേഴ്സിൽ നിന്നോ നമ്മളെ ഇതിലേക്ക് എൻറോൾ ചെയ്യിക്കുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് പ്രത്യേകമായിട്ട് ഇതിനെപ്പറ്റി അറിയേണ്ട കാര്യമില്ല, അതെല്ലാം നമ്മുടെ സെൻറ്ററിൽ നിന്ന് തന്നെ ചെയ്തുകൊള്ളും. ഇനി സ്റ്റുഡൻറ്റ് എൻറോൾമെൻറ്റ് ത്രൂ ഇൻഡിവിജ്വലി നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇതിൽ 30-ാം തീയതി ജൂൺ 30 മുതലാണ് നമുക്ക് തന്നെ ഈ എക്സാമിന് രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂലൈ 25 വരെയാണ് അതിൻ്റെ ഡേറ്റ് ക്ലോസ് ചെയ്യുന്നത്. ജൂലൈ 25-ന് എക്സാം രജിസ്റ്റർ ചെയ്യാനുള്ളത് ക്ലോസ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഡേറ്റ്സും കാര്യങ്ങളും ഫീസ് സ്ട്രക്ചറും എല്ലാം നമ്മുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വിൻഡോയുടെ ഏറ്റവും ആദ്യം നമ്മൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഏറ്റവും ആദ്യം ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ഹെഡിങ്ങിന് താഴെ സെൻറ്റർ രജിസ്ട്രേഷൻ ഫോർ IOQM എന്ന് പറയുന്ന ഒരു ലിങ്കുണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് എൻറോൾമെൻറ്റ് എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ലിങ്കുണ്ട്. ഇതിൽ രണ്ടാമത് സ്റ്റുഡൻറ്റ് എൻറോൾമെൻറ്റ് ഇൻഡിവിജ്വൽ ഓൺലൈൻ എന്ന് പറയുന്നത് ക്ലിക്ക് ഹിയർ ടു എൻറോൾ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ MTAയുടെ സ്റ്റുഡൻറ്റ് എൻറോൾമെൻറ്റ് സൈറ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകും. ഇവിടെ 2 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഒന്ന് എൻറോൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, അതുപോലെ തന്നെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇതിൽ എൻറോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ലോഗിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ എൻറോൾമെൻറ്റ് നമ്പരും പാസ്വേഡും അടിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികൾ ഇതിൽ എൻറോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എൻറോളിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ബേസിക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുള്ള ഒരു കോളത്തിലേക്കാണ് പോവുക, ഒരു പേജിലേക്കാണ് പോവുക. അതിൻ്റെ മുകളിൽ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് പറയുന്നത്. നമ്മുടെ ഏജ് എലിജിബിലിറ്റിയാണ്. 2006 ഓഗസ്റ്റ് 1 മുതൽ 2013 ജൂലൈ 31 വരെയുള്ള വർഷത്തിൽ, അതായത് ആ ഒരു പീരീഡിൽ ജനിച്ച കുട്ടികൾക്കാണ് ഈ എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ആ കുട്ടികൾ 8, 9, 10, 11, 12 ഈ ക്ലാസ്സുകളിൽ ഏതിലെങ്കിലും പഠിക്കുന്നവരായിരിക്കണം.
അപ്പോൾ അതിന് ശേഷം 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിൽ ഏജ് ക്രൈറ്റീരിയ മാത്രം നോക്കില്ല, പഠിക്കുന്ന ക്ലാസ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ തന്നെയാണ്. അപ്പോൾ ഈ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുമെങ്കിൽ നമ്മുടെ പേര് അവിടെ എൻറോൾ ചെയ്യുക. പേര് ഫുൾ നെയിം അടിച്ചു കൊടുക്കുക. നമ്മുടെ സ്കൂൾ റെക്കോർഡ്സിൻ്റെ അതേപോലെ തന്നെയുള്ള ഫുൾ നെയിം അടിക്കുക. അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഒരു കോളം ഉണ്ട്. അവിടെ നമുക്ക് വർഷം, അതുപോലെ തന്നെ മന്ത്, അതുപോലെ ഡേ സെലക്ട് ചെയ്യാനുള്ള കോളമുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡേറ്റ് ഓഫ് ബർത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ 01/01/2010 എന്ന് പറയുന്ന ഓർഡറിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ പാസ്വേഡായിട്ട് അടിച്ചു കൊടുക്കേണ്ടത്. അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഒരു തവണ രജിസ്റ്റർ ചെയ്താൽ പിന്നീട് നമ്മൾ ഈ സൈറ്റിൽ കയറുമ്പോൾ നമുക്ക് ലോഗിൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്കൊരു സ്റ്റുഡൻറ്റ് എൻറോൾമെൻറ്റ് നമ്പർ കിട്ടും. ആ നമ്പറോടൊപ്പം ഒരു പാസ്വേഡ് അടിച്ചു കൊടുക്കാനുള്ള ഒരു കോളമുണ്ട്. ആ പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ആ ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഓർഡറിനാണ്, ആദ്യം ദിവസം, മന്ത്, ഇയർ എന്ന് പറയുന്ന ഓർഡറിനാണ് നമ്മുടെ പാസ്വേഡായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് മാറുക. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആക്റ്റീവായിട്ടുള്ള ഒരു മൊബൈൽ നമ്പറാണ്. ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ OTP ജനറേറ്റ് ചെയ്ത് എൻറോൾ ചെയ്യുന്നതിന് മുൻപ് OTP ജനറേറ്റ് ചെയ്യുന്നത് ഈ മൊബൈൽ നമ്പറിലേക്കായിരിക്കും. ആ മൊബൈൽ നമ്പർ തന്നെ നമുക്ക് റീകൺഫേം ചെയ്യാനുള്ള ഒരു കോളം കൂടി അവിടെയുണ്ട്. ഇപ്പോൾ ഫോൺ നമ്പറിലേക്ക് OTP വരുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഒരു മെയിൽ ID-യിലേക്കും OTP വരേണ്ടതുണ്ട്. ഇപ്പോൾ 2 OTP ആണുള്ളത്. അപ്പോൾ മെയിൽ ID-യും ഇതോടൊപ്പം തന്നെ ആക്റ്റീവായിട്ടുള്ള മെയിൽ ID-യും ഇതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. മെയിൽ ID-യും റീകൺഫേം ചെയ്യുക. മെയിൽ ID-യും റീകൺഫേം ചെയ്യുമ്പോൾ ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഫോൺ നമ്പറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇവിടെ മിസ്മാച്ച്ഡ് എന്ന് കാണിക്കും. ഇവിടെ മാച്ച്ഡ് ആണോ എന്ന് ക്ലിയർ ആയിട്ട് നോക്കുക. അതിനുശേഷം ജനറേറ്റ് OTP എന്ന് പറയുന്ന വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ രജിസ്റ്റർ ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്കും അതോടൊപ്പം തന്നെ നമ്മുടെ മെയിൽ ID-യിലേക്കും OTP ജനറേറ്റ് ചെയ്ത് അയക്കപ്പെട്ടിട്ടുണ്ട്. സോ അത് ചെക്ക് ചെയ്തിട്ട് അവിടെ ഈ OTP സെൻഡ് ആകുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് നമുക്ക് കാണിക്കും. അത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ OTP ഫില്ല് ചെയ്യാനുള്ള 2 കോളം ഇവിടെ ഉണ്ടാവും. ഒന്ന് മൊബൈൽ OTP ഉണ്ട്, 2 ഇമെയിൽ OTP ഉണ്ട്. അപ്പോൾ ഇതിന് 3 മിനിറ്റാണ് സമയമുള്ളത്. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ഈ OTP ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ OTP മൊബൈലിലേക്കും മെയിൽ ID-യിലേക്കും വന്നിട്ടുണ്ട്. അത് തെറ്റാതെ തന്നെ OTP ഒരു കാരണവശാലും തെറ്റരുത്. ഈ OTP ഓർത്ത് വെക്കണമെന്ന് നിർബന്ധമില്ല. ഇത് നമ്മൾ എൻറോൾ ചെയ്യുമ്പോൾ മാത്രം ആവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഓർത്ത് വെക്കേണ്ടത് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാതെ ഇരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഏത് നമ്പറാണ് കൊടുത്തിരിക്കുന്നതെന്നും ഓർത്ത് വയ്ക്കുക. ഇങ്ങനെ എൻറോൾ ചെയ്യുന്ന ലാസ്റ്റ് പ്രൊസീജിയർ ഇതാണ്. OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് എൻറോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ ഇതെങ്ങനെയാണ് അറിഞ്ഞ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമ്മൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഹൗ ഡിഡ് യു ഫസ്റ്റ് കം ടു നോ അബൌട്ട് IOQM? ഇത് ഏത് രീതിയിലാണ് IOQM-നെ പറ്റി നമ്മൾ അറിഞ്ഞിട്ടുള്ളത് എന്ന് ചോദ്യമാണ്. അപ്പോൾ ഇതിലേതാണോ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞതാണ്, ടീച്ചേഴ്സ് പറഞ്ഞതാണ്, റിലേറ്റീവ്സ് പറഞ്ഞതാണ്, ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഇങ്ങനെയുള്ള നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഹൗ ഡിഡ് യു ബിക്കം ഇൻട്രസ്റ്റഡ് ഇൻ മാത്തമാറ്റിക്സ്? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മാത്തമാറ്റിക്സിലേക്ക് ഇൻട്രസ്റ്റഡ് ആയത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അത് സ്കൂൾ ടെക്സ്റ്റ് ബുക്ക്, ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, അതുപോലെയുള്ള എന്തുവാകാം. അങ്ങനെ ഏതാണെങ്കിലും അത് നമ്മൾ സെലക്ട് ചെയ്യുക. അതിൽ പ്രൊസീഡ് ചെയ്യുക. ഇങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അങ്ങനെ പ്രൊസീഡ് ചെയ്തതിന് ശേഷം നമ്മുടെ എൻറോൾമെൻറ്റ് ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എൻറോൾ ചെയ്തിട്ടുള്ളതാണ് ഈ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ പാസ്വേഡ് വരും. നമ്മുടെ പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ നമ്പറാണ്. അതുപോലെ തന്നെ നമ്മുടെ യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ആ ഡേറ്റ് ഓഫ് ബർത്ത് വന്നിരിക്കുന്നത് 01/01, അതായത് ആദ്യം ഡേ, രണ്ടാമത് മന്ത്, മൂന്നാമത് വർഷം എന്ന ഓർഡറിലാണ്. അതുപോലെ തന്നെ പാസ്വേഡ് നമ്മൾ ആക്റ്റീവ് ആക്കി കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറുമാണ്. അപ്പോൾ ഇത് നമുക്ക് സേവ് ചെയ്യുക. നമ്മുടെ സിസ്റ്റമാണെങ്കിൽ സേവ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. അപ്പോൾ ഈ വിൻഡോയിലേക്കാണ് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഓപ്പൺ ആയിട്ട് വരുന്ന വിൻഡോ. രജിസ്റ്റർ ചെയ്തതിന് ശേഷവും ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്തവർ രണ്ടാമത് ലോഗിൻ ചെയ്യുമ്പോഴും ഈ ഒരു വിൻഡോയിലേക്കാണ് പോവുക. അപ്പോൾ ഇവിടെ നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പരും നമ്മുടെ പാസ്വേഡായിട്ട് ഡേറ്റ് ഓഫ് ബർത്തുമാണ് അടിക്കേണ്ടത്. അത് എൻറോൾമെൻറ്റ് നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ രജിസ്റ്റർ ചെയ്ത ഫോണിലേക്ക് SMS ആയിട്ട് വരുന്ന ഒരു നമ്പറാണ്. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഈ നമ്പറാണ്. നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പരും അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തുമാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ എൻറോൾമെൻറ്റ് നമ്പർ നമുക്ക് വന്നിരിക്കുന്നത് തെറ്റാതെ തന്നെ അടിച്ചു കൊടുക്കുക. ഒപ്പം തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക, മന്ത് സെലക്ട് ചെയ്യുക, വർഷം സെലക്ട് ചെയ്യുക, ഡേ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത്
സെലക്ട് ചെയ്യുക, ലോഗിൻ കൊടുക്കുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അടുത്ത വിൻഡോ എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പിലേക്കാണ് പോവുക. നമ്മുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള വിൻഡോയിലേക്കാണ് പോവുക. അപ്പോൾ നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മുടെ ഇവിടെ ഒരു നീല വിൻഡോയിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 6 മാസത്തിൽ പഴയതല്ലാത്ത 6 മാസത്തിനുള്ളിൽ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ് വേണം. അത് JPG അല്ലെങ്കിൽ PNG ഫോർമാറ്റ് ആയിരിക്കാം, കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ സൈസ് 10 KB to 100 KB ആയിരിക്കണം. അതുപോലെ തന്നെ ഇനി പറയാനുള്ള ഡോക്യുമെൻറ്റ്സിൽ JPG അല്ലെ PNG ഫോർമാറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്യുക. അതിൻ്റെ സൈസ് 50 KB 250 50 KB to 250 KB ആയിരിക്കണം. അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മുടെ സ്കൂളിൻ്റെ അല്ലെങ്കിൽ കോളേജിൻ്റെ ID കാർഡ്, നമ്മുടെ ഫീ റെസീപ്റ്റ്, നമ്മുടെ സ്കൂൾ സ്റ്റാമ്പ്, ലേറ്റസ്റ്റ് സ്കൂൾ ഫീ റെസീപ്റ്റ്, നമ്മുടെ സ്കൂൾ ഫീ അടച്ചതിൻ്റെ റെസീറ്റ്, ഏറ്റവും അവസാനം അടച്ചേക്കുന്ന സ്കൂൾ ഫീയുടെ റെസീറ്റ്, സ്റ്റാമ്പ് ചെയ്തേക്കുന്ന ആ റെസീറ്റിൻ്റെ ഒരു കോപ്പിയുടെ PNG ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ഇയർ നമ്മൾ പഠിച്ച ക്ലാസ്സിൻ്റെ റിപ്പോർട്ട് കാർഡിൻ്റെ ഒരു കോപ്പിയും കൂടി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഈ 3 ഡേറ്റ, സ്കൂൾ ID കാർഡ്, അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് സ്കൂൾ ഫീ അടച്ചേക്കുന്നതിൻ്റെ റെസീറ്റ്, അതുപോലെ തന്നെ ലാസ്റ്റ് ഇയേഴ്സ് റിപ്പോർട്ട് കാർഡ്, ഈ 3 ഡേറ്റയും PNG അല്ലെങ്കിൽ JPG ഫോർമാറ്റിൽ 50 to 250 KB സൈസിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് വേണ്ടത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫാണ്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് ഈ പറഞ്ഞ പോലെ PNG അല്ലെങ്കിൽ JPG ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യണം. അത് സൈസ് 50 to 250 50 to 250 KB എന്ന് പറയുന്ന സൈസിനുള്ളിലായിരിക്കണം. അപ്പോൾ അത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ അത് ക്ലിയർലി വിസിബിൾ ആയിരിക്കണം. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ക്ലിയർലി വിസിബിൾ ആയിരിക്കണം. അതിൽ ഈ ഫോളോയിങ് ഡോക്യുമെൻറ്റ്സ് ആണ് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ട് സ്വീകരിക്കുക. 1 ആധാർ കാർഡ്, 2 ഡ്രൈവിംഗ് ലൈസൻസ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്. അപ്പോൾ ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് നമ്മുടെ പ്രൂഫ്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫായിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഒറ്റ സെഷനിൽ തന്നെ ഇത് ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. പകുതി ചെയ്ത് നമുക്ക് ബാക്കി പിന്നീട് ചെയ്യാനായിട്ട് പറ്റില്ല. ആദ്യം മുതലേ ചെയ്യുമ്പോൾ ഒറ്റ തവണയായിട്ട് തന്നെ നമ്മൾ ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊസീഡിംഗ് ആപ്ലിക്കേഷൻ, ഇതിൽ ഡിക്ലറേഷൻ നമുക്ക് ടിക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഡിക്ലറേഷൻ ടിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ടു ആപ്ലിക്കേഷൻ പേജിലേക്ക് പോവുക. അവിടെ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിലെ ബേസിക് ആയിട്ടുള്ള നേരത്തെ നമ്മൾ ഫില്ല് ചെയ്ത ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്ത് തന്നെ കിടപ്പുണ്ടാവും. അതിൽ നമ്മുടെ ID കാർഡ് ടൈപ്പ് ഏതാണ് എന്നുള്ളത്, ആധാർ കാർഡാണോ, നമ്മൾ ഏത് ID കാർഡാണ് വെക്കുന്നത് എന്നുള്ളത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ID കാർഡിൻ്റെ നമ്പർ കൊടുക്കുക. ജെൻഡർ സെലക്ട് ചെയ്യുക. നാഷണാലിറ്റി സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടൈറ്റിൽ സെലക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ഫാദറിൻ്റെ നെയിം അല്ലെങ്കിൽ മദറിൻ്റെ നെയിം, ഗാർഡിയൻ്റെ നെയിം, ഇതിലേതെങ്കിലും ആളുടെ നെയിം അടിച്ചു കൊടുക്കുക. തുടങ്ങി ഇനി നമ്മുടെ സ്കൂൾ ഇൻഫർമേഷൻ, നമ്മൾ പഠിക്കുന്ന സ്കൂളിൻ്റെ ഇൻഫർമേഷൻസ് ആണ്. അതിൽ സ്കൂൾ ടൈപ്പ് നമ്മൾ KVയിലാണെങ്കിൽ KV, JNV ആണ് JNV, അല്ലെങ്കിൽ മറ്റ് സ്കൂളുകളാണെങ്കിൽ സ്കൂള് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ സ്കൂളിൻ്റെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ കേരളയാണെങ്കിൽ കേരള, മറ്റേതെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ്, ഏത് ഡിസ്ട്രിക്റ്റ് ആണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്കൂളിൻ്റെ പേര്, നമ്മുടെ ഇവിടെ ഇത് അപ്ഡേറ്റ് ആവാത്തതുകൊണ്ടാണ്. അപ്ഡേറ്റ് ആകുമ്പോൾ നമ്മുടെ ഇവിടെ കുറച്ച് സ്കൂളിൻ്റെ ലിസ്റ്റ് ഇവിടെ കാണിക്കും. അപ്പോൾ അതിൽ നമ്മുടെ സ്കൂൾ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇത് സെലക്ട് സ്കൂൾ തന്നെ വെക്കാം. നമ്മുടെ ലിസ്റ്റ് ആ സ്കൂളിൻ്റെ ലിസ്റ്റിലില്ല എങ്കിൽ ഇവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. ആ ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സ്കൂൾ നെയിം നമ്മുടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. സ്കൂൾ നെയിമിന് ശേഷം സ്കൂളിൻ്റെ അഡ്രസ്സ് താഴെ ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു കോളം ഉണ്ട്. അവിടെ സ്കൂൾ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ പിൻകോഡ് ടൈപ്പ് ചെയ്യുക. സ്കൂൾ ഡിസ്ട്രിക്റ്റ് ഏതാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തതനുസരിച്ച് ആ ഡിസ്ട്രിക്റ്റ് ആൻഡ് സ്റ്റേറ്റ് അതുപോലെ തന്നെ വരും. അതിൽ സിറ്റി നമ്മൾ സെലക്ട് ചെയ്യുക. അതിൽ സിറ്റി ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഇനി റീജിയൻ ബിലോങ് ടു കേരളയാണ്. കേരള, അത് നമ്മൾ സെലക്ട് ചെയ്ത സ്റ്റേറ്റിൻ്റെ അനുസരിച്ച് റീജിയൻ ഇവിടെ തന്നെ ആപ്ലിക്കബിൾ ആകും. ബോർഡ് ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. CBSE ആണ്, ICC ആണെങ്കിൽ ICC, സ്റ്റേറ്റ് ബോർഡാണ് സ്റ്റേറ്റ് ബോർഡ്, ഓപ്പൺ ബോർഡാണെങ്കിൽ ഓപ്പൺ, ഏതാണെങ്കിലും അത് സെലക്ട് ചെയ്യുക. മീഡിയം, നമ്മൾ ഏത് മീഡിയമാണ്, ഇത് എക്സാമിൻ്റെ മീഡിയമല്ല, നമ്മൾ പഠിക്കുന്ന സ്കൂൾ ഏത് മീഡിയമാണ്, ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ക്ലാസ് ഏത് മീഡിയമാണ് എന്നുള്ളതാണ്, അത് സെലക്ട് ചെയ്യുക. ഇനി അടുത്തത് നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സാണ്. പെർമനൻറ്റ് അഡ്രസ്സും കറണ്ട് അഡ്രസ്സുമാണ്. അത് സ്കൂളിൻ്റെ അല്ല, നമ്മുടെ അഡ്രസ്സാണ്. അതിൽ നമ്മുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. അതിൽ ഫുൾ അഡ്രസ്സ് ഉണ്ടാവണം.
അഡ്രസ്സ്, അതുപോലെ പിൻകോഡ്, ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ് അത് ആപ്ലിക്കബിൾ ആയിട്ട് തന്നെ വരും. നമ്മൾ നേരത്തെ ഫില്ല് ചെയ്തതനുസരിച്ച് ആപ്ലിക്കബിൾ ആയിട്ട് തന്നെ വരും. അതിൽ സിറ്റി തിരഞ്ഞെടുക്കുക. ഈ ടിക്ക് എന്ന് പറയുന്നത് നമ്മുടെ പെർമനൻ്റ് അഡ്രസ്സും കറണ്ട് അഡ്രസ്സും സെയിം ആണ് എന്നുണ്ടെങ്കിൽ നമ്മളിത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അത് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ഫില്ലായിക്കോളും. ഇനി നമ്മുടെ പെർമനൻ്റ് അഡ്രസ്സ് വേറെയാണ്, നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന കറണ്ട് അഡ്രസ്സ് വേറെയാണ് എന്നുണ്ടെങ്കിൽ അത് മാനുവലി നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി നമ്മുടെ ഓൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ, ഏതെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ID ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓൾട്ടർനേറ്റീവ് ഇമെയിൽ ID, അതുപോലെ ഓൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള കോളമുണ്ട്. അതിനുശേഷം സബ്ജക്റ്റ് ആൻഡ് ലാംഗ്വേജ് ഇൻഫർമേഷൻ ഉണ്ട്. നമ്മുടെ സബ്ജക്റ്റ് IOQM എന്ന് പറയുന്ന എക്സാം മാത്തമാറ്റിക്സിൻ്റെ എക്സാമാണ്, അതിലും മാറ്റമില്ല. ലാംഗ്വേജ് മീഡിയം ഓഫ് എക്സാമിനേഷൻ ആണ്, അത് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം, ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. ഇനി നമ്മുടെ എൻറോൾമെൻറ്റ് ഫീ എന്ന് പറയുന്നത് 300 രൂപയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്റ്റാർ കൊടുത്തിരിക്കുന്നത് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തതാണ്. അതുപോലെ നമ്മൾ പ്രിവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ ഇതുവരെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഒന്നുകൂടി കാണുന്ന ഒരു വിൻഡോയിലേക്ക് പോകും. നമ്മുടെ നെയിം ഓഫ് ദി സ്റ്റുഡൻറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ എക്സെട്ര അങ്ങനെയുള്ള നമ്മൾ ഫില്ല് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടാകും. അപ്പോൾ അതെല്ലാം നമ്മൾ ഒന്നുകൂടി റീചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു വിൻഡോയാണിത്. അപ്പോൾ അതിന് താഴെ ഒരു ഡിക്ലറേഷൻ ഉണ്ട്, ഇത് ടിക്ക് ചെയ്തില്ലെങ്കിൽ ടിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ, പിൻകോഡ്, അഡ്രസ്സ് അത് തുടങ്ങിയ കാര്യങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇനി എഡിറ്റ് ഓപ്ഷൻ നമുക്ക് എഡിറ്റ് ചെയ്യാനില്ല എങ്കിൽ സേവ് ആൻഡ് ഗോ ടു ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് എന്ന് പറയുന്ന വിൻഡോയിലേക്ക് പോവുക. ഇനി നമ്മുടെ പുതിയ വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഈ പറഞ്ഞ സൈസിൽ നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫ് 10 to 100 KB ഉണ്ടാവണം. സ്കൂൾ ID കാർഡ്, അതുപോലെ തന്നെ ലാസ്റ്റ് സ്കൂൾ ഫീസ് പേ ചെയ്തതിൻ്റെ റെസീറ്റ്, അതുപോലെ ലാസ്റ്റ് ഇയേഴ്സ് റിപ്പോർട്ട് കാർഡിൻ്റെ അത് JPG അല്ലെ PNG ഫോർമാറ്റിലായിരിക്കണം. അത് 50 to 250 KB എന്ന് പറയുന്ന സൈസിലായിരിക്കണം. അതുപോലെ സ്കാൻഡ് കോപ്പി ഓഫ് ആധാർ, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നാണ് നമുക്ക് വേണ്ടത്. ഇവിടെയും ഏതെങ്കിലും ഒന്ന് മതി നമുക്ക്. സ്കൂൾ IDയുടെ കോപ്പിയോ അല്ലെങ്കിൽ ഫീ പേ ചെയ്തതിൻ്റെ കോപ്പിയോ റിപ്പോർട്ട് കാർഡിൻ്റെ കോപ്പി, ഇതിലേതെങ്കിലും ഒന്ന് മതി. 3ഉം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട, ഇതിലേതെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യുക. താഴെയും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫായിട്ട് ആധാർ അല്ലെങ്കിൽ പാസ്പോർട്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ് തുടങ്ങിയതിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റിൻ്റെ JPG അല്ലെ PNG ഫോർമാറ്റ് അപ്ലോഡ് ചെയ്യുക. അതിൻ്റെ സൈസ് 50 to 250 KB ആണ്. അപ്പോൾ ഇവിടെ നമുക്കത് സെലക്ട് ചെയ്യാനായിട്ട് നമ്മുടെ സോഫ്റ്റ് കോപ്പി നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാവണം. അപ്പോൾ നമുക്കിവിടെ ചൂസ് ചെയ്യാനായിട്ട് ഓപ്ഷനുണ്ട്, നമ്മളത് ചൂസ് ചെയ്യുക. ചൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈസ് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ഇവിടെ പ്രിവ്യൂ ഓപ്ഷൻ ഉണ്ടാവും. സൈസ് കറക്റ്റ് ആണ് എങ്കിൽ നമ്മുടെ പ്രിവ്യൂ ഓപ്ഷൻ ഉണ്ടാവും, നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മുടെ സേവ് ആൻഡ് ഗോ ടു എക്സാം സെൻറ്റർ പ്രിഫറൻസ് എന്ന് പറയുന്ന ഒരു കോളത്തിലേക്ക് പോകും. അപ്പോൾ നമുക്ക് എക്സാം സെൻറ്റർ പ്രിഫർ ചെയ്യാനായിട്ടുള്ള ഒരു വിൻഡോയാണ്. അപ്പോൾ നമ്മുടെ ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സെൻറ്റർ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു വിൻഡോയിലേക്കാണ് പോവുക. ആ വിൻഡോയ്ക്ക് ശേഷം ഇതിപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യാത്തത് കൊണ്ടാണ്, നമ്മൾ ഫയൽ അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ആ വിൻഡോ കാണാൻ പറ്റില്ല. അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത സെൻറ്റർ പ്രിഫറൻസിൻ്റെ വിൻഡോയിലേക്ക് പോകാം. ആ സെൻറ്റർ പ്രിഫറൻസിന് ശേഷമാണ് നമ്മുടെ ഫീ പേയ്മെൻറ്റിൻ്റെ വിൻഡോയിലേക്ക് പോവുക. ഫീ പേയ്മെൻറ്റ് നമുക്ക് പല വിധത്തിൽ നമുക്ക് ഫീ പേ ചെയ്യാം. ഓൺലൈൻ ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്, അതുപോലെ നമ്മുടെ UPI പേയ്മെൻറ്റുകളുണ്ട്, Paytm അല്ലെങ്കിൽ ഗൂഗിൾ പേ തുടങ്ങിയ ഏതെങ്കിലും UPI പേയ്മെൻറ്റുകളിൽ നമുക്ക് പേ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫീസ് എത്രയാണോ, 300 ആണെങ്കിൽ 300, KV അല്ലെങ്കിൽ JNVയിലുള്ള കുട്ടികളാണ് എങ്കിൽ 180 രൂപ പേ ചെയ്യാവുന്നതാണ്. ആ പേ ചെയ്യുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റിൻ്റെ റെസീറ്റ് നമുക്ക് നമ്മുടെ മെയിൽ IDയിലേക്ക് വരും. അതും സൂക്ഷിച്ച് വയ്ക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ മെയിലിലേക്ക് അല്ലെങ്കിൽ SMS ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തതിൻ്റെ നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ അഡ്മിറ്റ് കാർഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മുടെ മെയിൽ IDയിലേക്ക്, രജിസ്റ്റർ ചെയ്ത മെയിൽ IDയിലേക്ക് അല്ലെങ്കിൽ ആ നമ്പറിലേക്ക് SMS ആയിട്ടോ മെയിലായിട്ടോ എത്തുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ എക്സാം അല്ലാണ്ട് വേറെയും ഒളിമ്പിയാഡ് എക്സാമുകളൊക്കെ ഒരുപാട് എക്സാമുകളുണ്ട്. അപ്പോൾ നമുക്ക് ഏത് എക്സാം ആണ് എങ്കിലും അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകളിലും നമ്മുടെ എക്സലൻസ് പ്രൂവ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.